സ്വാഗതം. ഞാൻ നിബി രാജേഷ്. ആർഭാടങ്ങളില്ലാത്ത ഓണാഘോഷമാണ് ഇക്കുറി നമുക്ക് വേണ്ടത്. വയനാടിൻ്റെ മണ്ണിൽ ദുരന്തം പെയ്തിറങ്ങിയിട്ട് അധികം നാളുകളായിട്ടില്ല. ഉറ്റവരും ഉടയവരും നഷ്ടപ്പെട്ടവർക്ക് മുൻപിൽ നമുക്ക് പ്രണാമമർപ്പിക്കാം. അവശേഷിക്കുന്നവരുടെ ദുഃഖത്തിൽ നമുക്ക് പങ്കുചേരാം, അവരെ ചേർത്ത് പിടിക്കാം. 1 മാസം നീളുന്ന ഓണാഘോഷം സർക്കാർ ഇത്തവണ വേണ്ടെന്ന് വെച്ചിരിക്കുകയാണ്. ഓണാഘോഷത്തെ അതിജീവന മാർഗമായി കാണുന്ന ലക്ഷക്കണക്കിന് ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട്. വസ്ത്രവ്യാപാരികൾ, പലചരക്ക് കച്ചവടക്കാർ, പച്ചക്കറി കടക്കാർ, പൊതുസ്ഥലങ്ങളിൽ ചെറുകിട വിപണനം നടത്തുന്ന വഴിയോര കച്ചവടക്കാർ, എന്തിനധികം ഓണത്തിന് കായ വറുത്ത് ഉപജീവനം നേടുന്നവർ, ഇവരെയെല്ലാം ഓണാഘോഷമില്ലാതാകുമ്പോൾ ഏറെ പ്രതിസന്ധിയിലേക്ക് തള്ളിവിടും. വയനാട് ദുരന്തം കേരളത്തിനൊട്ടാകെ പിടിച്ചുകുലുക്കിയ ഒരു സംഭവമാണ്. കാരണം എന്ന് പറഞ്ഞാൽ നൂറുകണക്കിന് ആൾക്കാരാണ് ആ ഒഴുക്കിൽപ്പെട്ടത്. ഏറെ ദുഃഖകരമാണ് വയനാട് ദുരന്തം. പക്ഷേ ഇത് നമുക്ക് തരണം ചെയ്തേ പറ്റൂ. കാരണം എന്ന് പറഞ്ഞാൽ അവിടെയുള്ള ആൾക്കാർക്കൊക്കെ തന്നെ നമ്മളെ സംബന്ധിച്ച് പുനരധിവസിപ്പിക്കേണ്ട ആവശ്യമുണ്ട്. അതിന് ഇന്ന് തന്നെ ഏകദേശം മുഖ്യമന്ത്രി 2000 കോടി രൂപയുടെ ആവശ്യമാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം കേരളത്തിനെ സംബന്ധിച്ച് ഇവരൊക്കെ മാറ്റി പാർപ്പിക്കാനൊക്കെ തന്നെ ഇനിയും ഒരുപാട് സംഖ്യ ആവശ്യമുണ്ട്. അപ്പം ഗവൺമെൻറ്റിനെ സംബന്ധിച്ച് ഈ കുറേ സംഖ്യ കേരളത്തിൽ നിന്ന് ലഭിക്കണമെന്നുണ്ടെങ്കിൽ അത് GST മുഖാന്തരമാണ് ഗവൺമെൻറ്റിന് ലഭിക്കുള്ളൂ. അപ്പം തീർച്ചയായിട്ടും ഈ കേരളത്തിലെ കച്ചവടക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഏറ്റവും അധികം ഒരു വർഷത്തിൽ ഏറ്റവും അധികം ബിസിനസ് ഉണ്ടാവുന്ന കാലഘട്ടം എന്ന് പറഞ്ഞാൽ ഈ ഓണത്തിൻ്റെ സമയമാണ്. അപ്പം ഒരു മാസത്തേക്ക് ഈ ഒരു മാസം കേരളത്തിലെ എല്ലാ വ്യാപാരികളും മാക്സിമം ബിസിനസ് പ്രതീക്ഷിക്കുന്ന ഒരു കാലഘട്ടമാണ്. അതിന് ഓണം ആഘോഷം ഉണ്ടാവില്ല എന്ന് ഗവൺമെൻറ് പറഞ്ഞത് തീർച്ചയായിട്ടും നമ്മുടെ സമ്പദ്ഘടനയ്ക്ക് വലിയൊരു അടിയായിട്ടാണ് ഞങ്ങൾ വ്യാപാരികൾ വിലയിരുത്തുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ ഒരാഴ്ചത്തെ ആഘോഷങ്ങളൊന്നുമില്ല എന്ന് പറയുമ്പം കേരളത്തിലേക്ക് ഏകദേശം ഈ ഓണത്തിൻ്റെ സമയത്ത് 15,000 കോടി രൂപയുടെ വരുമാനമാണ് ടൂറിസം മേഖലയിൽ നിന്ന് മാത്രം വന്നുകൊണ്ടിരുന്നത്. അപ്പം ഇത് ഫ്ലാഷായാൽ കേരളത്തിലേക്കുള്ള ടൂറിസം മേഖല നിശ്ചലമാവും എന്നുള്ളതാണ്. അതുമാതിരി തന്നെ നമ്മളെ സംബന്ധിച്ച് ഇപ്പോൾ ഏകദേശം നോക്കിയാൽ നമുക്കറിയാം, ഒരു ഓണത്തിൻ്റെ 1 മാസം മുമ്പ് എല്ലാ പത്രത്തിലും ഏറ്റവും അധികം അഡ്വർടൈസ്മെൻറ്റ് വരുന്നത് ഗൃഹോപകരണങ്ങൾ, അതുമാതിരി തന്നെ സ്വർണ്ണ മേഖല, തുണിയുടെ വസ്ത്രമേഖല, ഇത്തരത്തിലുള്ള മേഖലകളാണ് അഡ്വർടൈസ്മെൻ്റ് ഒക്കെ വരുന്നത്. കാരണം ഒരു വർഷത്തേക്കുള്ള എല്ലാ ബിസിനസ്സും ഈ ഓണം കാലഘട്ടത്തിൽ നടക്കേണ്ടതാണ്. അപ്പോൾ തീർച്ചയായും ഗവൺമെൻറ്റിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ വ്യക്തികളെ സംബന്ധിച്ച് വയനാട് വലിയൊരു വിഷമമുള്ള കാര്യമാണെങ്കിൽ പോലും അവരെ സഹായിക്കാൻ ഏറ്റവും അധികം മുന്നോട്ട് വന്നിരുന്ന വ്യാപാരികളാണ്. അതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണ്. കാരണം അവിടെ ഓടിയെത്തിയതൊക്കെ വ്യാപാരികൾ തന്നെയാണ്. സഹായങ്ങൾ ഏറ്റവും അധികം കൊടുത്തതും വ്യാപാരികൾ തന്നെയാണ്. മറ്റെല്ലാവരും ഉണ്ടായിരുന്നു. പക്ഷേ വ്യാപാര മേഖല നിശ്ചലമായാൽ ഇനി അവിടെ നിന്ന് അങ്ങോട്ട് തുടർന്ന് കൊണ്ടുപോകാൻ ഗവൺമെൻറ്റിന് വരെ ബുദ്ധിമുട്ട് വരും. കാരണം GST വളരെയധികം കുറയും എന്നുള്ളൊരു സംശയമില്ലാത്ത കാര്യമാണ്. അപ്പം നമ്മളെ സംബന്ധിച്ച് പറഞ്ഞാൽ ഓണാഘോഷങ്ങളൊക്കെ നടത്തണം. അത് വലിയ ആഘോഷങ്ങളല്ലെങ്കിലും കൂടി ഓണപരിപാടി എന്ന നിലയ്ക്കെങ്കിലും ഓണത്തിന് നമ്മളിവിടെ ചെയ്തിരുന്ന എല്ലാ കാര്യങ്ങളും, കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ചെറിയ കുട്ടികൾ, സ്കൂൾ കുട്ടികൾ, അതുമാതിരി തന്നെ കോളേജ് സ്റ്റുഡൻസ് ഒക്കെ തന്നെ പൂക്കള മത്സരമൊക്കെ നടത്താനും അതുമാതിരി തന്നെ പുതിയ ഡ്രസ്സുകൾ ഇട്ട് വരുന്നതും എല്ലാം തന്നെ ഈ ഓണം സമയത്താണ്. അപ്പോൾ ഓണാഘോഷം ഇല്ല എന്ന് പറഞ്ഞു അല്ലെങ്കിൽ നമ്മൾ ദുഃഖാചരണം നടത്തുന്നതെന്ന് പറയുമ്പം അത് എല്ലാ മേഖലയും ബാധിക്കും. പ്രത്യേകിച്ച് ഇപ്പം കാർഷിക മേഖല തന്നെ നമുക്ക് എടുത്തു നോക്കാം. കാർഷിക മേഖല എന്ന് പറയുമ്പം അവിടെ പൂക്കച്ചവടമൊക്കെ കോടികളുടെ ബിസിനസ്സാണ് ഈ ഒരു ടേമിലേക്ക് വരുന്നത്. എത്ര കർഷകരാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ കുറേ കാലമായി പണിയെടുത്തിട്ടാണ് ഇപ്പോൾ അവരെ സംബന്ധിച്ച്, ഇപ്പോൾ ഉദാഹരണം നമുക്ക് പറയാം, ഇപ്പോൾ വാഴക്കൊല, ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചിട്ട് നേന്ത്രവാഴ, അതല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെ വാഴകളൊക്കെ വെച്ചത് ഒരു 5-6 മാസം മുമ്പ് മുതലേ കർഷകർ വളരെയധികം അധ്വാനിച്ചുണ്ടാക്കിയതാണ്. അപ്പം ഓണമേഖല അല്ലെങ്കിൽ ഓണത്തിൻ്റെ ആ ആഘോഷങ്ങളൊന്നും ഇല്ല എന്ന് പറയുമ്പം അത് തീർച്ചയായിട്ടും കൺസംഷൻ വളരെയധികം കുറയ്ക്കും. അപ്പോൾ തീർച്ചയായും കാർഷിക മേഖല ഡൗൺ ആവും. അങ്ങനെ ഓരോ മേഖലയും വളരെയധികം പിന്നാക്കം പോകുന്നുള്ളൊരു സംശയമില്ല. അത് കാരണം വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന തലത്തിൽ തന്നെ മുഖ്യമന്ത്രിക്ക് നിവേദനം കൊടുത്തിട്ടുണ്ടായിരുന്നു. ഓണപരിപാടികളൊക്കെ തന്നെ നടത്തണം എന്നുള്ളതാണ്. എന്തായാലും തൃശ്ശൂർ മുനിസിപ്പാലിറ്റി തൃശ്ശൂർ കോർപ്പറേഷൻ നല്ലൊരു തീരുമാനം എടുത്തു. ഇപ്പം പുലിക്കളി നടത്താമെന്നുള്ളത്.
അത് തന്നെ വലിയൊരു നല്ലൊരു കാര്യമാണ്. കാരണം എന്ന് പറഞ്ഞാൽ പതിനായിരക്കണക്കിന് ആൾക്കാരാണ് അന്ന് തൃശ്ശൂർ മേഖലയിൽ വരിക. അപ്പോൾ അത് ബസ്സിന് വളരെയധികം ഓട്ടം കിട്ടും, പെട്രോൾ അതിന് അനുസരിച്ചിട്ട് കണ്ടമാനം ഉണ്ടാവും, ടാക്സി അതേമാതിരി തന്നെ പുതിയ ഡ്രസ്സുകൾ ഇടും, അതുമാതിരി തന്നെ അവിടെ വരുമ്പോൾ ഹോട്ടലിലൊക്കെ ആൾക്കാർ കയറും, ശീതളപാനീയങ്ങൾ കുടിക്കും. അങ്ങനെ വലിയൊരു ഒരു ബിസിനസ് അവിടെ നടക്കും. അതേമാതിരി തന്നെ എല്ലാ സ്ഥലത്തും ഇപ്പോൾ ഞങ്ങൾ വടക്കാഞ്ചേരി മുനിസിപ്പാലിറ്റിയോട് ഞങ്ങൾ അപേക്ഷിച്ചിട്ടുണ്ടായിരുന്നു, ഞങ്ങൾ ലെറ്റർ കൊടുത്തിട്ടുണ്ട്. ഇവിടെയും ഇതേമാതിരി തന്നെ ഓണപ്പരിപാടികൾ നടത്തണം എന്നുള്ളത്. കാരണം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം നടത്തിയ മാതിരി തന്നെ പൂക്കള മത്സരം നടത്തണം എന്നുള്ളത് ഞങ്ങൾ നഗരസഭാ ചെയർമാൻ്റെ അടുത്ത് പറഞ്ഞു. മറ്റ് ആഘോഷങ്ങളൊക്കെ തന്നെ നടത്തണം എന്നുള്ളതൊക്കെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായും ഇതില്ലാത്ത പക്ഷം ഏകദേശം 25,000 കോടി രൂപയുടെ നഷ്ടങ്ങളാണ്, സാമ്പത്തിക നഷ്ടമാണ് ഗവൺമെൻറ് വരും എന്നുള്ളതാണ് ഏകദേശം ഒരു വിലയിരുത്തൽ. കഴിഞ്ഞ കാലങ്ങളിലത്തെ ഇവിടുത്തെ ഓണം സമയത്തെ കച്ചവടം കമ്പയർ ചെയ്യുമ്പോൾ ഇത്തരത്തിലുള്ള ആഘോഷങ്ങളൊന്നും ഇല്ലെങ്കിൽ കേരളത്തിന് 25,000 കോടി രൂപയുടെ സാമ്പത്തികമായ കുറവുണ്ടാവും എന്നുള്ളതാണ്. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള GST ഒക്കെ കുറഞ്ഞാൽ ഗവൺമെൻറ് വലിയൊരു വരും. അത് കാരണം ഞങ്ങളുടെ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ ആവശ്യം ഓണപ്പരിപാടികളൊക്കെ നടത്തണം എന്നുള്ളതാണ്. വായ്പയെടുത്തും ചിട്ടി വിളിച്ചെടുത്തും ആധാരങ്ങൾ പണയം വെച്ചുമാണ് പല വ്യാപാരികളും ഓണത്തിന് അവരവരുടെ കച്ചവട സ്ഥാപനങ്ങളിലേക്ക് ചരക്കുകൾ ഇറക്കാൻ ഓർഡർ നൽകിയത്. ഓണവിപണി നിശ്ചലമാകുന്നതോടെ സംസ്ഥാനത്തിൻ്റെ വരുമാന സ്രോതസ്സ് ഏറെ ശുക്ഷിണിച്ചു പോകും. 25,000 കോടി രൂപയുടെ വരുമാന നഷ്ടവും 10,000 കോടി രൂപയുടെ വരുമാന ആഘാതവും 50,000 പേർക്ക് ജോലി നഷ്ടമാക്കുകയും ചെയ്യും. ഓണാഘോഷം വേണോ വേണ്ടയേ എന്നുള്ളൊരു ചർച്ചയാണ് കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളിലും ഇപ്പോൾ നടക്കുന്നത്. നമുക്ക് അറിയേണ്ട ചില കാര്യങ്ങളുണ്ട്. ഈ മരിച്ചവർക്ക് വേണ്ടിയല്ല ഈ ലോകം മുന്നോട്ട് പോകുന്നത്, ജീവിക്കുന്നവർക്ക് വേണ്ടിയാണ്. അപ്പോൾ അവരെ ജീവിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ഇന്നത്തെ സാമൂഹ്യ ഘടന വേണ്ടത്. ഇത്തരത്തിലുള്ള ദുരന്തങ്ങളൊക്കെ വരുമ്പോൾ 3 ശാസ്ത്രങ്ങളാണ് ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. എൻ്റെ അഭിപ്രായത്തിൽ 1 സാമ്പത്തിക ശാസ്ത്രം, 2 സാമൂഹ്യ ശാസ്ത്രം, 3 മാനസിക ശാസ്ത്രം. ഈ ജീവിക്കണമെങ്കിൽ ജീവിതോപാധി വേണം. ജീവിതോപാധി ഉണ്ടാക്കാനുള്ള ശ്രമങ്ങളാണ് നമ്മൾ നടത്തേണ്ടത്. അല്ലാതെ നമ്മളൊരു ദുരന്തമുണ്ടായി എന്ന് വിചാരിച്ചിട്ട് ലോകം കൂടെ അവസാനിപ്പിച്ചു എന്ന് പറയുന്നത് തന്നെ മഹാവിവരക്കേടാണ്. നമുക്കൊക്കെ അറിയാം ഡാർവിൻ്റെ തിയറി ഓഫ് എവല്യൂഷൻ ഏകദേശം 3 ലക്ഷം കൊല്ലേ മനുഷ്യവംശം ഈ കാണുന്ന രൂപത്തിലുണ്ടായിട്ടുള്ളൂ. അതിനുശേഷം ഒരുപാട് ദുരന്തങ്ങൾ ഈ ലോകത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിലും അതിനെയൊക്കെ അതിജീവിച്ചു കൊണ്ട് തന്നെയാണ് നമ്മുടെ ഈ ലോകം ഇപ്പോഴും മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നമുക്കറിയാം നമ്മുടെ 1945 ജപ്പാനിൽ അമേരിക്കക്കാർ ബോംബിട്ടതിന് ശേഷം ഏറ്റവും തകർന്ന് തരിപ്പണമായ ഒരു രാജ്യമാണ് ജപ്പാൻ. 2000 ആകുമ്പോഴേക്കും ഏകദേശം 55 കൊല്ലം കൊണ്ട് ലോകത്തിൻ്റെ നമ്പർ 1 ഒരു സാമ്പത്തിക ശക്തിയും സാമൂഹ്യ ശക്തിയുമായി വന്നിട്ടുള്ള ജപ്പാൻ നമ്മുടെ മുമ്പിലൊരു ഉദാഹരണമാണ്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മളൊരു വിഷമമുണ്ടായാൽ അതിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ജീവിച്ചാൽ ജീവിതം മുന്നോട്ട് പോവില്ല എന്നും അതോടൊപ്പം അവർക്ക് അതിജീവനത്തിനുള്ളൊരു മാർഗം ഉണ്ടാക്കി കൊടുക്കേണ്ടതാണ് ഒരു ദുരന്തത്തിൻ്റെ പരിസമാപ്തിയായിട്ട് നമ്മൾ കൈക്കൊള്ളേണ്ടത് എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം വെച്ചാൽ ലോകാരംഭം മുതൽ ഒരുപാട് ദുരന്തങ്ങൾ, ആ ദുരന്തങ്ങളെ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ കെട്ടിപ്പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ ഒരിക്കലും നമുക്ക് ഉന്നമനം ഉണ്ടാവില്ല. ഇപ്പോൾ ഒരുപാട് ദുരന്തം വയനാടുണ്ടായി, ശരി തന്നെയാണ്. നമുക്കത് എല്ലാവിധ വിഷമങ്ങളും ആദരാഞ്ജലികളും അർപ്പിച്ചുകൊണ്ട് തന്നെ പറയുകയാണ്, അവിടെ ജീവിക്കുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ ദുരന്തങ്ങളുണ്ടായ ഇതുപോലെയുള്ള കാര്യങ്ങളിൽ വീടായാലും നാടായാലും രാജ്യമായാലും ദുരന്തങ്ങൾ ഉണ്ടാവുന്ന സമയത്ത് അതിനെ അതിജീവിക്കാനുള്ള ചില ശ്രമങ്ങളാണ് നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവേണ്ടത്. അപ്പോൾ വയനാട് ഇപ്പോൾ ഒരു ചെറിയ ഉദാഹരണം പറയുകയാണെങ്കിൽ അവിടെ ടൂറിസമാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പോൾ അവിടുത്തെ ജനങ്ങൾ തന്നെ ഇപ്പോൾ പറയുന്നത് ഞങ്ങൾ ജീവിക്കാനുള്ളൊരു മാർഗം ഉണ്ടാക്കി തരൂ എന്നുള്ളതാണ്. അതായത് അവിടെ ജനങ്ങൾ വന്നാലേ അവിടുത്തെ വരുമാന മാർഗ്ഗങ്ങൾ അവിടുത്തെ തൊഴിലാളികൾക്ക്, അവിടുത്തെ കച്ചവടക്കാർക്ക് അല്ലെങ്കിൽ അവിടുത്തെ മറ്റുള്ള ജീവനക്കാർക്കൊക്കെ ഒരു ലോഡ്ജുകൾക്കൊക്കെ ഒരു വരുമാനം ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിജീവനത്തിന് വേണ്ടി നമ്മൾ ഓണാഘോഷം ഗംഭീരമായി തന്നെ നടത്തണം എന്ന് തന്നെയാണ് എൻ്റെ വ്യക്തമായിട്ടുള്ള അഭിപ്രായം. അവരെ ജീവിപ്പിക്കാനുള്ള സൗകര്യങ്ങൾ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് ഇന്നത്തെ സാഹചര്യത്തിൽ നമ്മൾ ചെയ്യേണ്ടത്.
ദുരന്തങ്ങൾ ഏത് കാലത്തും ഉണ്ടാവും. ഇപ്പോൾ ഒരു 4 ദിവസം മുമ്പ് നേപ്പാളിൽ ഇന്ത്യൻ ഒരു ബസ് നദിയിലേക്ക് മറിഞ്ഞ് 27 പേര് മരിച്ചു. അതുപോലെ ട്രെയിൻ അപകടം ഉണ്ടാവണോ, വിമാനാപകടം ഉണ്ടാവണോ, ദുരന്തങ്ങൾ നമ്മുടെ മനുഷ്യ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ്. അത് വിചാരിച്ചിട്ട് ദുരന്തം മാത്രം വിചാരിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോയാൽ നമ്മുടെ രാജ്യം പോവില്ല, നമ്മുടെ ജനങ്ങൾ മുന്നോട്ട് പോവില്ല, അങ്ങനെ ഒരു തരത്തിലുള്ള ഉന്നമനം ഉണ്ടാവില്ല. അപ്പോൾ ഓണാഘോഷം ഗംഭീരമായിട്ട് നടത്തണം. അത് മനുഷ്യൻ്റെ സാമൂഹ്യ, മാനസിക, സാമ്പത്തിക വശങ്ങൾക്ക് വളരെ അത്യാവശ്യമാണ്. എങ്കിലേ നമ്മുടെ രാജ്യം മുന്നോട്ട് പോവുകയുള്ളൂ എന്നാണ് എനിക്ക് ഈ സമയത്ത് പറയാനുള്ളത്. ഏറെ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോൾ ഓണാഘോഷം വേണ്ടെന്ന് വെക്കുന്നത് ഏറെ പ്രതിസന്ധിക്ക് ഇടവരുത്തും. കേരളം പോലൊരു കൊച്ചു സംസ്ഥാനത്ത് ഏറ്റവും വലിയ വരുമാന സ്രോതസ്സാണ് ഓണാഘോഷം. കേരളത്തിൽ മൊത്തത്തിൽ എല്ലാ ബിസിനസ്സുകാരും ഈ ഓണം എന്ന് പറഞ്ഞാൽ അത് പ്രതീക്ഷിക്കുന്നൊരു കൊല്ലം കച്ചവടം ചെയ്തിട്ട് എന്തെങ്കിലും കിട്ടും, അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു പ്രതീക്ഷയാണ് നമ്മൾ ഈ ഓണക്കച്ചവടം പ്രതീക്ഷിക്കുന്നത്. എന്നുവെച്ചാൽ കേരളത്തിലെ എല്ലാ ബിസിനസ്സുകാരും, ഒരു ബിസിനസ് എന്നല്ല, കാരണം ഇവിടെ വന്ന് അവിടെ വന്ന് ഇവിടുന്ന് ഓരോന്നും ബിസിനസ്. പക്ഷേ അത് ഈ വെള്ളത്തിൻ്റെ മഴയുടെ പ്രശ്നമായ കാരണം ഗവൺമെൻറ് എന്തോ അതിനൊരു അസ്വസ്ഥത പറയുന്നുണ്ട്. പക്ഷേ അത് ഈ ബിസിനസ്സുകാർക്ക് വളരെയധികം ഒരു പ്രയാസപ്പെടും. അതിന് എന്തെങ്കിലും പരിഹാര മാർഗം ഗവൺമെൻറ് പറയണത്. കാരണം ഈ ഒരു മാസമാണ് ഈ ഒരു കൊല്ലം ചെയ്തതിൻ്റെ എല്ലാവർക്കും എന്തെങ്കിലും കിട്ടുന്ന ഒരു മാസം ബിസിനസ് ആയാലും കിട്ടുന്നത്. അതെല്ലാവർക്കും, ഒരു പാർട്ടിക്കുന്നല്ല, നമ്മൾ കേരളത്തിലെ എല്ലാ ബിസിനസ്സുകാർക്കും. അപ്പോൾ എന്തും ആദ്യം ബാധിക്കുക ബിസിനസ്സുകാരാണ്, എന്തിനും മുന്നിൽ ഇറങ്ങുന്ന ബിസിനസ്സുകാരാണ്. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഈ ബിസിനസ്സുകാർക്ക് ചെയ്താലാണ് ഒരു ഗുണം ചെയ്യുള്ളൂ എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഓണാഘോഷങ്ങൾ ചെറിയ രീതിയിൽ നടക്കണം. തീരെ ഇല്ലാണ്ടാക്കി കഴിഞ്ഞാൽ അത് ബിസിനസ് പരമായിട്ട് വളരെയധികം ബുദ്ധിമുട്ടാവും. ഓണാഘോഷങ്ങൾ ചെറിയ രീതിയിൽ നടന്നാലാണ് കച്ചവടക്കാർക്കും അതുമായി ബന്ധപ്പെട്ട ഒരുപാട് ആളുകൾക്കും അതിന് പ്രതിഫലം ലഭിക്കണമെങ്കിൽ ചെറിയ രീതിയിലും ഓണാഘോഷങ്ങൾ നടക്കണം. അത് ബിസിനസ്സിനും എല്ലാവരും അതാണ് നല്ലത്. അപ്പോൾ അതിനുള്ളൊരു തയ്യാറെടുപ്പ് വേണമെന്നാണ് മൊത്തത്തിലുള്ള കച്ചവടക്കാരുടെ ആവശ്യം. നമ്മുടെ ഓണാഘോഷം ഇപ്പോൾ ഗവൺമെൻറ് തലത്തിൽ ഇപ്പോൾ നമ്മൾ വേണ്ടാന്ന് വയ്ക്കുന്ന ഒരു തീരുമാനത്തിനോട് വ്യാപാരികളും അല്ലെങ്കിൽ കച്ചവടക്കാരും ബേക്കറിക്കാരും ഇപ്പോൾ ഇതിനോടൊന്നും യോജിക്കണമെന്നില്ല. എൻ്റെ ഒരു അഭിപ്രായത്തിൽ യോജിപ്പില്ല അതിനോട്. കാരണം വെച്ചാൽ ഇപ്പോൾ എന്തൊരു ദുരിതം വന്നാലും എന്തൊരു ഇത് വന്നാലും വ്യാപാരികൾക്ക് എന്തെങ്കിലും അവരുടെ കയ്യിൽ ഫണ്ടുണ്ടെങ്കിലല്ലേ അപ്പോൾ അതിന് ഇറങ്ങിത്തിരിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും സപ്പോർട്ട് ചെയ്യാനൊക്കെ പറ്റും. അപ്പോൾ ഒരു കാരണവശാലും അത് തീരെ ആഘോഷം വേണ്ടെന്ന് വയ്ക്കുന്നതിൽ ഞങ്ങൾക്കാർക്കും എൻ്റെ അഭിപ്രായമില്ല അങ്ങനെ ഒരു തീരുമാനത്തിൽ. വയനാടുണ്ടായ ദുരന്തം കണ്ടും കേട്ടും മനസ്സ് വിറങ്ങലിച്ചവരാണ് കേരളത്തിലെ മുഴുവൻ ജനങ്ങളും. അതിൽ നിന്നും അല്പമെങ്കിലും ആശ്വാസം ലഭിക്കാൻ ഓണാഘോഷത്തിലൂടെ കഴിയൂ. വർഷത്തിലൊരിക്കൽ വരുന്ന മലയാളികളുടെ ഓണം വേണ്ടെന്നു വെക്കുന്നത് കൊച്ചുകുട്ടികളുടെ മനസ്സിനെ വരെ ബാധിക്കുമെന്ന് മനഃശാസ്ത്ര വിദഗ്ധന്മാർ വരെ ചൂണ്ടിക്കാണിക്കുന്നു. ആഘോഷങ്ങളില്ലാതെ വരുമ്പോൾ വേറൊരു മനുഷ്യനിർമ്മിത സാമ്പത്തിക ദുരന്തം കേരളത്തിന് ഏൽക്കേണ്ടി വരും. അതുകൊണ്ട് ഓണം ആചരിക്കുകയാണ് വേണ്ടത്. ഒപ്പം ഓണത്തിൻ്റെ ചടങ്ങുകളും നടക്കണം. ന്യൂസ് ഡെസ്ക്, എനി ടൈം ന്യൂസ്.